ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ദി ഓൾറൗണ്ടർ ഗായ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗ്രില്ലഡ് ചിക്കനാണ്. അത് ഇച്ചിരി മസാലയിലൊക്കെ വെറൈറ്റി ആയിട്ട് നമ്മളൊരു ചിക്കനെ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതേപോലത്തെ ഇച്ചിരി പീസ് എടുത്തിട്ടുണ്ട്. അതിനത് അടിപൊളിയായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ചിക്കൻ. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ മസാല ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇച്ചിരി വെജ്ജീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനൊരു പാതി തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പാതി ഉള്ളി, പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇച്ചിരി ഇഞ്ചി, പിന്നെ ഇച്ചിരി വെളുത്തുള്ളി, പിന്നെ ഇച്ചിരി മല്ലിച്ചപ്പ്. ഓക്കെ, ഇനി നമുക്ക് അല്പം കപ്പലണ്ടി. ഓക്കെ, പിന്നെ നമുക്ക് ഇച്ചിരി സ്പൈസസും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, മുളക് പൊടി, അല്പം മഞ്ഞൾ പൊടി, അല്പം മല്ലി, അവസാനം കുറച്ച് ഉപ്പ്. ആവശ്യാനുസരണം ഉപ്പ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് അരയ്ക്കാം. ഓക്കെ, നമുക്കിത് അരച്ചെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു തരിപ്പൻ പോലില്ലാതെ നല്ല അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മസാല ഒരു കുറച്ച് മാറ്റി വെക്കണം. അത് പിന്നീട് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കനിലേക്ക് നല്ലപോലെ മസാല തേച്ച് പിടിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നല്ലപോലെ മസാല ഇട്ട് എല്ലാ സ്ഥലത്തും പറ്റുന്ന പോലെ മസാല തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാത്തിലും മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അത് ഇനി റെസ്റ്റിന് വെക്കാം. അപ്പോൾ ഒരു 1.5 മണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെക്കാം. ഓക്കെ, അന്നേരത്തിന് നമുക്ക് നമ്മുടെ അടുപ്പിൻ്റെ, അതായത് നമ്മുടെ കരിയൊക്കെ ഒന്ന് കത്തിച്ച് സെറ്റാക്കി എടുക്കണം. ഓക്കെ, അപ്പം 2 ചിരട്ടയും കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കരി കിട്ടും. അതുകൊണ്ട് ചിരട്ടയും കൂടെ കത്തിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കരിയൊക്കെ കത്തിച്ചു, തീ കനലായിട്ടുണ്ട്. നമ്മൾ ഗ്രില്ല് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ച മസാലയിലേക്ക് നമ്മൾ റെസ്റ്റിന് വെച്ച ഇതെടുത്തിട്ട് ചിക്കൻ എടുത്ത് നമ്മുടെ ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ തീക്കന നല്ല ചൂടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി തീക്കന നല്ല ചൂടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തീക്കാൻ ഇങ്ങനെ പോകുമ്പോഴത്തേന് നമുക്ക് ഇച്ചിരി കത്തിച്ച് കൊടുക്കാൻ വേണ്ടി ഞാനൊരു ഫാൻ വെച്ചിട്ട് ഇങ്ങനെ കാറ്റടിച്ച് കൊടുക്കുകയാണ്. അപ്പം അത് കത്തിക്കോളും. അപ്പം തീ കത്താതെ നോക്കണം, കരിയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇച്ചിരി കരിഞ്ഞു പോയി, എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ ബാക്കി ഇച്ചിരി എടുത്ത് വെച്ച ആ മസാലയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് അതിൻ്റെ മേളിൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കത് ഒന്നും കൂടെ ഫുള്ളായിട്ട് വേവിച്ച് നമ്മളൊരു 1.5 മണിക്കൂർ വേവിച്ചെടുത്തിട്ടുണ്ട് ടോട്ടലിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു 1.5 മണിക്കൂർ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം.
നിക്കേ ഞാൻ സൂപ്പർ. ടേസ്റ്റ് അടിപൊളിയുണ്ട്. നമ്മൾ യൂസ് ചെയ്ത വെജീസിൻ്റെയും സ്പൈസസിൻ്റെ ഒക്കെ ആണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, സോ ഗൈസ് നമ്മളങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മസാലയുടെ ടേസ്റ്റ് ഒക്കെ അടിപൊളിയാണ്. അപ്പം എൻ്റെ അനിയത്തിയോട് തന്നെ ചോദിച്ചു നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ട്? അടിപൊളി, മസാല നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവുണ്ട്. അടിപൊളിയായിട്ട് വന്നില്ല. ബൈ. സോ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഡേ ആണ് ഔട്ട്ഡോർ പറയാൻ വേണ്ടി വന്നേക്കുന്നത്. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്തപ്പം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത പോലെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓക്കെ ആയിരുന്നു, ലൈറ്റൊക്കെ നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് നല്ല മഴക്കാറ് വന്നു, നമ്മുടെ ലൈറ്റ് എല്ലാം പോയി. അതായത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള വീഡിയോ ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് മഴയും വന്നു. നമുക്കപ്പം വീഡിയോ ഫുൾ ഒരു സീക്വൻസിൽ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, അതുകൊണ്ട് വീഡിയോ നമുക്ക് പ്രോപ്പറാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്.